നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 825 825. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 825 സർഗം 79 ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ള ഭാഗത്തിൽ 4 തരം പ്രളയങ്ങളെ പറ്റിയിട്ടാണ് വിവരിച്ചു പോരുന്നത്. അതിൽ 25-ാമത്തെ ശ്ലോകമാണ് വായിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത്. സുഷുപ്തനെ പോലെ വിപ്രത്വാദിഭേദങ്ങളറ്റതും ചരാചരാന്തരാത്മാവാണെന്നാലും അവയൊന്നിലും. അടുത്തത്, ഉളവാം ഗുണദോഷങ്ങൾ മുട്ടാതെ ആകാശ നിർമ്മലം. ആത്മാവ് പ്രകൃതി ഗുണങ്ങളിൽ ഒട്ടുന്നില്ല. ഏതുപോലെ ഗുണദോഷങ്ങൾ മുട്ടാത്ത ആകാശം നിർമ്മലം. ആകാശത്തിൽ എത്ര കൊടുങ്കാറ്റുണ്ടായാലും പൂഴി അല്ലെങ്കിൽ മൺതരികൾ വന്നാലും കുറേ കഴിഞ്ഞാൽ അതൊക്കെ ശാന്തമായി. മാത്രമല്ല ആകാശത്തെ അതിനൊന്നും ബാധിക്കണമില്ല. അതേപോലെ ആയിരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഉളവാം ഗുണദോഷങ്ങൾ മുട്ടാതാകാശ നിർമ്മലം അചിന്യം. ചിന്തിക്കാൻ സാധിക്കില്ല. ആകാശത്തിനെ പറ്റി എന്താ ചിന്തിക്കുക? അങ്ങനെ ഒരു സാധനമില്ല. അത് മിസ്റ്റ് അല്ലെങ്കിൽ സ്പേസ്, ശൂന്യം, അതാണത്. അതുകൊണ്ട് അചിന്യം അവ്യക്തം അവ്യക്ത ലയസ്ഥാനമാം സർവകാരണം. ലയസ്ഥാനം എന്തൊക്കെ ഉണ്ടെങ്കിലും ആകാശത്തിന് തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് പറഞ്ഞതൊന്നും ഇല്ല. അത്ര ഗഹനമാണത്. അപ്പോൾ അചിന്യം അവ്യക്ത ലയസ്ഥാനമാം സർവകാരണം. എല്ലാ കാരണങ്ങളും അതിലൊതുങ്ങി. അതേപോലെ ബ്രഹ്മമെന്നരുളി ചെയ്തിടുന്ന വേദാന്ത സൂക്തികൾ. ബ്രഹ്മം അവരവരുടെ തേജോ പുഞ്ചം ബാലാഗ്ര ശതവാകസ്യ വിസ്തരസ്യ ഏകോ ജീവ. ആ പ്രമാണം ബ്രഹ്മമെന്നരുളി ചെയ്തിടുന്ന വേദാന്ത സൂക്തികൾ ചുരുക്കി ചൊല്ലിടാം ഒന്നുകൂടിയും കാലചോദിതം. കാലത്താൽ പ്രചോദനം തന്നത് ഞാൻ ഒന്നുകൂടി പറയാം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ബ്രഹ്മം എന്നരുളി ചെയ്തിടുന്ന വേദാന്ത സൂക്തികൾ ചുരുക്കി ചൊല്ലിടാം ഒന്നുകൂടിയും കാലചോദിതം. കാര്യം പൃഥിവ്യാകാശാദി. കാര്യം എന്താണ്? ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. അല്ലെങ്കിൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇങ്ങനെ കീഴ്പോട്ട് പറഞ്ഞാലും മേൽപോട്ട് പറഞ്ഞാലും കാര്യം പൃഥിവ്യാകാശാദി ഭേദം പ്രകൃതി അങ്ങനെ. പ്രകൃതി അങ്ങനെ, അതാണല്ലോ ഈ പ്രകൃതി. പ്രകൃതി അങ്ങനെ. പൂരുഷൻ ഈ ചൈതന്യത്തിൻ്റെ വേറൊരു പര്യായമാണ് പൂരുഷൻ. അല്ലാണ്ട് സ്ത്രീ പുരുഷൻ എന്നുള്ള രീതിയിലല്ല. അപ്പോൾ കാര്യം പൃഥിവ്യാകാശാദിഭേദം പ്രകൃതി അങ്ങനെ. പുരുഷൻ ദേവൻ മർത്യാദിഭേദങ്ങളും അകന്നുടൻ. ഇതൊന്നും ബാധകമല്ല, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്താ? അതേപോലെ ലയിക്കും കാരണത്തെങ്കൽ, അതായത് അഖിലേശനിൽ, ഏതായത് ജഗദീശനിൽ, ജഗത്തിൻ്റെ ഈശ്വരൻ ബ്രഹ്മം.
കാര്യം പൃഥിവ്യാകാശാദിഭേദം പ്രകൃതി അങ്ങനെ പുരുഷൻ ദേവൻ മർത്യാദിഭേദങ്ങളും അകന്നുടൻ ലയിക്കും കാരണത്തിങ്കൽ അതായത് അഖിലേശനിൽ അതിന് വിജ്ഞരോധിയിടും പേരാം പ്രാകൃതികം ലയം. പ്രാകൃതികം ലയം, പ്രകൃതി ലയിക്കുക എന്ന് പറഞ്ഞാൽ ലയിക്കും കാരണത്തിങ്കൽ, അതായത് അഖിലേശനിൽ ഈശ്വരനിൽ അതിന് വിജ്ഞാരോധിയിടും വിശേഷപ്പെട്ട ജ്ഞാനത്തിന് ഉറവിടമായിട്ടുള്ള തത്വജ്ഞാനികൾ പറയും അതിൻ്റെ പേരാണ് പ്രാകൃതിക ലയം എന്ന് പറയും. ബുദ്ധീന്ദ്രിയാർത്ഥജാതങ്ങൾ, ബുദ്ധി ഇന്ദ്രിയം അർത്ഥജാതങ്ങൾക്കാശ്രയം ബ്രഹ്മവസ്തുവാം. അവരവരുടെ ഉള്ളിലുള്ള ബ്രഹ്മവസ്തുവാണ് അവരവരുടെ ബുദ്ധിക്കും അഹങ്കാരത്തിനും ചിത്തത്തിനും മനസ്സിനും ഒക്കെ കാരണം, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതിനൊക്കെ. എൻ്റെ പുറത്ത് ബ്രഹ്മമുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ശരീരം കൈയും കാലും ഞാൻ മരിച്ചാൽ പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചാൽ പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ മരിച്ച ആളുടെ കൈയും കാലും മനസ്സും പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ് തന്നിൽ കവിഞ്ഞ ഒരു ഇന്ദ്രിയം അല്ല ഒരു ദൈവം ഇല്ല എന്ന് പറയും. അപ്പം അദ്വൈതം എന്ന് പറഞ്ഞത് തന്നിൽ ഒതുങ്ങണതാണ്. അങ്ങനെ എല്ലാ തന്നിലും താനാരോ തന്നാരോ താൻ ആരാണ് ഞാനാരാണ് ബ്രഹ്മാണെന്നാണ് പറഞ്ഞത്. തത്വമസി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ. അപ്പോൾ ബുദ്ധീന്ദ്രിയാർത്ഥജാതങ്ങൾക്കാശ്രയം ബ്രഹ്മവസ്തുവാം. അതില്ലെങ്കിൽ ഇവയ്ക്കൊന്നും നിലനിൽപ്പില്ലൊരിക്കലും. ഈ ബ്രഹ്മം അകത്തില്ലെങ്കിൽ ഒന്നിനും സ്ഥായിയായിട്ട് നിൽക്കില്ല. 24 മണിക്കൂറാകുമ്പോഴേക്കും ഈ ശവം അഴുകാൻ തുടങ്ങും, ചെയ്യാൻ തുടങ്ങും, നാറാൻ തുടങ്ങും. അപ്പോൾ നാറാതെ കണ്ടിരിക്കണത് ഏതാ? ഈ ബ്രഹ്മാണ്. ബ്രഹ്മത്തിനോട് ശരീരം ഒട്ടിയിട്ടുണ്ട്. ശരീരത്തിൽ എന്തൊട്ടിയിട്ടില്ല? ബ്രഹ്മം ഒട്ടണില്ല. അതുകൊണ്ട് ഇവയ്ക്കൊന്നും നിലനിൽപ്പില്ല ഒരിക്കലും. ആകയാൽ ഇവയും ബ്രഹ്മം തന്നെയാം ഗുരുനന്ദന. പരീക്ഷത്തെ ഒരു കാര്യം മനസ്സിലായിക്കോളൂ. ആകയാൽ ഇവയും ബ്രഹ്മം തന്നെയാം ഗുരുനന്ദന. എന്നാലും ഇവ നിത്യങ്ങളല്ല, ദൃശ്യങ്ങളല്ലയോ. ഇവ ദൃശ്യങ്ങളല്ലയോ, എന്നാലും ഇവ നിത്യങ്ങളല്ല. ശരീരം നിത്യല്ല. ദൃശ്യങ്ങളല്ലയോ, കണ്ടിട്ടുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ ബ്രഹ്മം പോയാൽ ശരീരം പോയി. ആദിമധ്യാവസാനങ്ങളുള്ളതെല്ലാം അനിത്യമാം. എന്താ ഗഹനായിട്ടുള്ളൊരു ഒരു പ്രസൻറ്റേഷനാണ്. ആദിമധ്യാവസാനങ്ങൾ, തുടക്കം അവസാനം, ഇൻ ബിറ്റ്വീൻ ഉള്ളതൊക്കെ നശിക്കും. എന്നാൽ ആത്മാവിന് നാശമില്ല. കാരണം അതിന് ആദിയുമില്ല അന്തവുമില്ല. ആദിമധ്യാവസാനങ്ങളുള്ളതെല്ലാം അനിത്യമാം. കാരണാഭിന്നമായാലും കാരണത്തിന് ഭിന്നത ഉണ്ടെങ്കിലും ഈ മട്ടിൽ ഇത് അവാസ്തവം. ശരീരം അവാസ്തവമാണ്. ജീവിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. പറഞ്ഞു ശൈലേ, ഒരു പേരിലുള്ള ജീവൻ തുടങ്ങി, എക്സിസ്റ്റ് ചെയ്തു, ലയിച്ചു. ഇനി അത് എങ്ങനെ എന്നാണ് പറയുന്നത്. എൻസർക്കിൾ ചെയ്തിട്ടുള്ള ശ്ലോകങ്ങളാണ്. വിളക്കും രൂപവും കണ്ണും തേജസ്സാലുളവാവതാം. വിളക്ക്, അതിന് തേജസ്സുണ്ട്, അതുകൊണ്ട് നമ്മളതിനെ കാണണം. വിളക്കിനെ കാണാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമാണ്. വിളക്കും രൂപവും കണ്ണുണ്ടെങ്കിലല്ലേ കാണൂ. അതെ. അപ്പം ഇത് മൂന്നും എന്താണ്? വിളക്കും രൂപവും കണ്ണും തേജസ്സുളവാവതാം. അതിൻ്റെ വീര്യം ഇല്ലെങ്കിൽ ഈ മൂന്നും നാമമാത്രമാം. ഏതിൻ്റെ? ആത്മാവിൻ്റെ വീര്യം ഇല്ലെങ്കിൽ ഈ കണ്ണും ഈ വിളക്കും രൂപവും ഇല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതിനേക്കാൾ മീതെ എന്താ പറയാനുള്ളത് എനിക്കറിയില്ല. ഭാഗവതം എന്ന് പറഞ്ഞാൽ അതൊരു ശാസ്ത്രീയ ഗ്രന്ഥമാണെന്ന് തെളിയിക്കാൻ ഇതിനേക്കാൾ വലിയ എക്സാമ്പിൾസ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേവിധം ബ്രഹ്മവീര്യം, അതുപോലെ തന്നെ ബ്രഹ്മവീര്യം തന്നെ ബുദ്ധ്യാദി സർവവും. എത്രയോ കാലത്തെ കാര്യങ്ങൾ നമ്മൾ ഓർമ്മ വയ്ക്കണം. എത്ര പ്രായമുണ്ടോ അത്രയും കാലം.
ഓരോരുത്തരിലും. അപ്പോൾ അതേവിധം ബ്രഹ്മവീര്യം തന്നെ ബുദ്ധ്യാദി സർവവും അതാണ് യാദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. ബുദ്ധി ദൈവികമാണ്, ആത്മീയമാണ്. അതേവിധം ബ്രഹ്മവീര്യം തന്നെ ബുദ്ധ്യാദി സർവവും, എന്നാലും അവയൊട്ടേതും മുട്ടുകില്ല ആത്മവസ്തുവിൽ. എന്നാൽ ആത്മവസ്തുവിൽ ഇത് തൊടുന്നുണ്ടോ? ഇല്ല. ആത്മവസ്തു ഇല്ലെങ്കിൽ ഇതെല്ലാം പ്രവർത്തിക്കുകയോ ഇല്ല. അപ്പം ഏതാ മീതെ? ആത്മവസ്തു. ആ ആത്മവസ്തു എവിടെയാണ്? ആ ആത്മവസ്തു ബ്രാഹ്മണരിലും ക്ഷത്രിയരിലും വൈശ്യരിലും ശൂദ്രരിലും സ്ത്രീ പുരുഷ ഭേദമില്ലാണ്ട് എല്ലാവരിലും ഉണ്ട്. ചാളയിൽ നിവസിക്കുന്ന ഒരുത്തനിലും അരമനയിൽ നിവസിക്കുന്ന ഒരുത്തനിലും ഉണ്ടെന്നർത്ഥം. ബുദ്ധ്യാദികൾ അനിത്യങ്ങളാകിൽ ഈ ജാഗ്രതാദികൾ ബുദ്ധ്യാവസ്ഥകൾ അത്യന്തം അനിത്യങ്ങൾ മഹാമതേ. ബുദ്ധ്യാദികൾ ആകിൽ ഈ ജാഗ്രതാദികൾ ബുദ്ധ്യാവസ്ഥകൾ അത്യന്തം അനിത്യങ്ങൾ മഹാമതേ. വെറും പ്രകൃതി സംബന്ധം, അതായത് തമോ ഗുണം രജോ ഗുണം സാത്വിക ഗുണം, വെറും പ്രകൃതി സംബന്ധം കൊണ്ടു മാത്രം അണഞ്ഞതാം. വെറും പ്രകൃതി സംബന്ധം കൊണ്ടു മാത്രം അണഞ്ഞതാം ജീവന് മായയാൽ നാനാവിധം ഈ മട്ടവസ്ഥകൾ. ഈ ജീവന് മായ കൊണ്ട് സംഭവിച്ചിട്ടുള്ള അവസ്ഥാഭേദങ്ങളാണ് ഇതൊക്കെ എന്ന് പറയണ്ടേ. എന്നിട്ടോ നേരൊന്ന് അവയവം സർവാംഗികളും രൂപമാർന്നതാം അംഗമില്ലെങ്കിൽ എന്തങ്കി. നേരൊന്നവയവം ഈ വിധം ഈ മട്ടവസ്ഥകൾ നേരൊന്ന് അവയവം സർവാംഗികളും രൂപമാർന്നതാം. എല്ലാ അംഗങ്ങളും കൂടിയിട്ടാണ് രൂപം ഉണ്ടാവുന്നത്. ഒരു കൈ അറ്റ് കിടക്കുകയാണെങ്കിൽ ഒരാളാണെന്ന് പറയുമോ? ഇല്ല. ഒരു കാല് അറ്റ് കിടക്കുകയാണ്, തല മാത്രം ഇല്ല. അപ്പോൾ കയ്യും കാലും ഉടലും ശരീരവും എല്ലാം കൂടിയിട്ടുള്ളതാണ് ഒരാൾ. അതുകൊണ്ടാണ് പറഞ്ഞത് സർവാംഗികളും രൂപമാർന്നതാം അംഗമില്ലെങ്കിൽ എന്ത് അങ്കി. ശരീരം ഇല്ലേ? ശരീരം ഇല്ലെങ്കിൽ അംഗമില്ലല്ലോ. മാത്രമല്ല നൂലില്ലാതെന്തു വസ്ത്രമാം. ആത്മാവില്ലെങ്കിൽ എന്ത് ആകാരം ഉണ്ടായിട്ട് എന്താ കാര്യം? ശരീരം ഉണ്ടായിട്ട് എന്താ കാര്യം? എത്ര കാലം നമ്മൾ ചേർത്ത് പിടിക്കും? ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും, മക്കൾ അച്ഛനമ്മയും അച്ഛനമ്മമാർ കുട്ടികളെയും. ജീവനില്ലെങ്കിൽ എത്ര നേരം പിടിക്കും? ഇത് മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ബ്രഹ്മത്തിനെ നമ്മൾ ബ്രഹ്മസായുജ്യം, ബ്രഹ്മത്തിനെ അടയാം. അതാ പറഞ്ഞത്. അപ്പോൾ ബ്രഹ്മം കാരണം എന്നോതുവതും ആപേക്ഷികം നൃപാഹേ രാജാവേ. അപ്പോൾ ഇത്രയൊക്കെ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ശുഗബ്രഹ്മർഷി പരീക്ഷത്തിൽ എന്താ വിളിക്കണത്? ഹേ രാജാവേ. അതാണ് ഇതിൻ്റെ. അപ്പോൾ ബ്രഹ്മം കാരണമെന്നോതുവതും ആപേക്ഷികം നൃപ സത്യമല്ലത് സാമാന്യ വിശേഷാത്മകമാകയാൽ. എന്താണ്? സത്യമല്ലത് സാമാന്യ വിശേഷാത്മകമാകയാൽ. ആത്മാവുള്ളത് കൊണ്ടാണ് ഇതിനൊക്കെ വിശേഷം ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതേവിധം ബ്രഹ്മകാര്യം ജഗത്തെന്നുര ചെയ്വതും. അതേവിധം അതുപോലെയാണ് ബ്രഹ്മകാര്യം ജഗത്തെന്നുര ചെയ്വതും നിരന്തര ബ്രഹ്മഭാവം മാത്രം സത്യമതാം പൊരുൾ. അതേവിധം ബ്രഹ്മകാര്യം ജഗത്തെന്നുര ചെയ്വതും നിരന്തര ബ്രഹ്മഭാവം ഭാവം മാത്രം സത്യമതാം പൊരുൾ. സത്യം എന്ന് പറയുന്നത് ബ്രഹ്മാണ്. ജഗത്ത് മിഥ്യയാണ്, ബ്രഹ്മം സത്യമാണ്. അപ്പോൾ കയർ കണ്ടത് പാമ്പെന്നു തെറ്റായോർപ്പതുപോലവേ. കയറ് കണ്ട് പാമ്പാണെന്ന് തെറ്റായിട്ട് വിചാരിച്ചതിന് പാമ്പെന്തു പഴച്ചു, കയറെന്തു പഴച്ചു? പഴച്ചതാരാ? കയറിനെ പാമ്പെന്ന് തെറ്റിദ്ധരിച്ചതാണ് പഴച്ചത്.
പാമ്പിനെ കയറെന്ന് തെറ്റിദ്ധരിച്ച് പാമ്പിനെ എടുത്ത് മടിയിൽ വെച്ചാൽ അത് കടിച്ചാൽ ശരീരം നശിക്കും, അപ്പോഴും ആത്മാവ് നശിക്കണില്ല. അതുകൊണ്ട് ബ്രഹ്മത്തെയാം ജഗത്തെന്നു കാൺമത് അജ്ഞതയാൽ നരൻ. ജഗത്തിനെ ആത്മാവായി കാണുന്നത് അജ്ഞാനം കൊണ്ടാണ്, ജ്ഞാനം കൊണ്ടല്ല എന്ന് പറഞ്ഞു. എന്നാൽ നാനാവികാരങ്ങൾ ഓരോ ജീവനിൽ ഈ വിധം, എന്നാൽ നാനാവികാരങ്ങൾ ഓരോ ജീവനിൽ ഈ വിധം പ്രകാശിക്കുവത് ആത്മാവാൽ മാത്രമാണ്. അല്ല എങ്കിലോ കൈയനക്കുക, കാലനക്കുക, മൂക്ക് ശ്വസിക്കുക, വാസന കിട്ടുക, ചെവി കേൾക്കുക, കണ്ണ് കാണുക, ത്വക്കിന് സ്പർശന സുഖം ഉണ്ടാവുക, മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുക, ഇതൊക്കെ എന്തുകൊണ്ടാണ്? ആത്മാവ് ഉള്ളിൽ ഉള്ളത് കൊണ്ട്. അത് ആർക്കാണെങ്കിലും ശരി. അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ ജഗത് മിഥ്യ പിന്നെ ബ്രഹ്മസത്യം എന്നുള്ളത് ലോകത്തെ എല്ലാ ജനങ്ങൾക്കും ബാധക. അത് അറിവിനനുസരിച്ച് അറിവുള്ളവരായിരുന്നു ആരെ? സനാതന ധർമ്മം ഫോളോ ചെയ്തിരുന്ന ഭാരതീയർ. അതിൽ ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോ ഉണ്ടായിട്ട് മറ്റു മതങ്ങൾ വന്നവർക്ക് ഇതിനെ വെല്ലുവിളിക്കാൻ സാധിക്കില്ല. സനാതനധർമ്മത്തിലത്തെ ലോസിനെ പിന്നെ വെല്ലുവിളിക്കാൻ പറ്റില്ല. ശരീരം നശിപ്പിച്ചതുകൊണ്ട് ശാസ്ത്രം തെറ്റാവുമോ? ഇല്ല. അവിടെയാണ് വ്യത്യാസം. അതുകൊണ്ട് എന്നാൽ നാനാവികാരങ്ങൾ ഓരോ ജീവനിൽ ഈ വിധം പ്രകാശിക്കുവത് ആത്മാവാൽ മാത്രമാണ്. അല്ല എങ്കിലോ ചലിക്ക പോലും ചെയ്യില്ല, ചെയ്താൽ ആത്മാവു താനവൻ. ചലിക്ക പോലും ചെയ്യില്ല, ജീവൻ പോയത് ചലിക്കില്ല. ചലിക്കുന്നുണ്ടെങ്കിൽ ജീവനുണ്ട്, ബ്രഹ്മാണ്. അപ്പം ബ്രഹ്മത്തിനെ ബഹുമാനിച്ചിട്ടാണ് ജീവൻ പോകുന്നത് വരെ അച്ഛനമ്മയെയും വേണ്ടപ്പെട്ടവരെയും നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അവരെ നോക്കാതെ കണ്ട് അനാഥാലയത്തിലേക്ക് ആക്കിയാൽ എന്താ തെറ്റ്? ബ്രഹ്മത്തിനെ പരിഹസിച്ച ഫലം കിട്ടും. അതായത് സദാസമയത്തും നരകയാതന എന്നർത്ഥം. അപ്പോൾ പറയണു, ചലിക്ക പോലും ചെയ്യില്ല, ചെയ്താൽ ആത്മാവു താനവൻ. ശുദ്ധജീവന് മർത്യാദിഭേദമില്ലൊരു മട്ടിലും. ശുദ്ധജീവന്, സംശുദ്ധമായ ജീവന് മർത്യാദി ഭേദമില്ല ഒരു മട്ടിലും. ഉണ്ടെന്നോ തേടുകിൽ അവൻ അജ്ഞൻ ദേഹാഭിമാനിയാം. മനുഷ്യരിൽ തമ്മിൽ ഭേദം കാണുക, അല്ലെങ്കിൽ ജീവനുള്ളവരിൽ വെച്ച് ഭേദം കാണുകയാണെങ്കിൽ അവനെന്താ? അജ്ഞനെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഉണ്ടെന്നോ തീടുകിൽ അവൻ അജ്ഞൻ ദേഹാഭിമാനിയാം. ഘടാകാശാദികൾ കുടത്തിൻ്റെ ഉള്ളിലുള്ള സ്പേസും കുടത്തിൻ്റെ പുറത്തുള്ള സ്പേസും ഒന്നാണ്. കുടം ഉടഞ്ഞാൽ കുടത്തിൻ്റെ ഉള്ളിലുള്ള സ്പേസ് എവിടെ പോയി? പുറത്ത് ഉള്ള ആകാശത്തിൽ ലയിച്ചു. അതാണ് സായൂജ്യ സാമീപ്യ സാലോക്യാദികൾ എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ഘടാകാശാദികൾ ഉപാധികളാൽ വേറെ കാണുകയാം. വ്യവഹാരിക ലോകത്തിൽ ഈശ്വരൻ ബഹുരൂപനാം. വ്യവഹാരിക ലോകത്തിൽ ഈശ്വരൻ ബഹുരൂപനാം. ഏതുപോലെ? ദേവൻ, മർത്യൻ, കൃഷൻ, വിപ്രൻ, മൂർഖൻ, പണ്ഡിതൻ, ഈ വിധം പലതായിട്ട് തോന്നും. എന്നാൽ വ്യവഹാരികമില്ല. നാനാത്വത്തിൽ ഏകത്വം കണ്ടാലോ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. വേറെ ഉള്ളതൊക്കെ നശിക്കും, ബ്രഹ്മം നശിക്കണില്ല. ഒന്നുതാൻ നാമരൂപാധി ഭേദത്താൽ പലമട്ടിലാം. വെടിമരുന്ന് തന്നെയാണ് പൂത്തിരിയായിട്ടും കമ്പിത്തിരിയായിട്ടും പടക്കായിട്ടും മാറുന്നത്, അല്ലേ? കമ്പിത്തിരി കത്തണമെങ്കിലും വെടിമരുന്ന് വേണം, പൂത്തിരി കത്തണമെങ്കിലും വേണം, കമ്പം കത്തണമെങ്കിലും വേണം, അമിട്ട് പൊട്ടാനും ശരി, ഡൈനാമിറ്റ് പൊട്ടാനും ശരി. അപ്പോൾ ഒന്നുതാൻ നാമരൂപാധി അപ്പോൾ വ്യവഹാരിക ലോകത്തിൽ ഈശ്വരൻ ബഹുരൂപനാം. ദേവൻ, മർത്യൻ, കൃഷൻ, വിപ്രൻ, മൂർഖൻ, പണ്ഡിതൻ, ഈ വിധം ഒന്നുതാൻ നാമരൂപാധിഭേദത്താൽ പലമട്ടിലാം. സ്വർണം വളകളും മറ്റുമായി വിളങ്ങുന്ന മാതിരി. സ്വർണം കൊണ്ടാണ് മൂക്കുത്തി ഉണ്ടാക്കുന്നത്.
സ്വർണം കൊണ്ടാണ് കമ്മൽ ഉണ്ടാക്കുന്നത്, സ്വർണം കൊണ്ടാണ് കങ്കണം ഉണ്ടാക്കുന്നത്, സ്വർണം കൊണ്ടാണ് മാല, നെക്ലസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ സ്വർണ്ണമാണ് അതിൻ്റെ ബേസ്. അതേമാതിരി തന്നെ വെള്ളി അല്ലേ, അതേമാതിരി തന്നെ പഞ്ചലോഹം. അപ്പോൾ സ്വർണം വളകളും മറ്റുമായി വിളങ്ങുന്ന മാതിരി ബ്രഹ്മകാര്യം അഹങ്കാരമെന്നാൽ ബ്രഹ്മാംശ ജീവനെ മറച്ച് അവനിൽ വിജ്ഞാന പ്രകാശം മൂടി നിൽക്കയാം. ബ്രഹ്മകാര്യം അഹങ്കാരം എന്നാൽ എന്താണ് എന്ന ചോദ്യം. ബ്രഹ്മകാര്യം അഹങ്കാരം എന്നാൽ ബ്രഹ്മാംശ ജീവനെ, ബ്രഹ്മത്തിൻ്റെ അംശമായ ജീവനെ മറച്ച് അവനിൽ വിജ്ഞാന പ്രകാശം മൂടി നിൽക്കയാം. വിജ്ഞാന പ്രകാശം മൂടി നിൽക്കയാം. സൂര്യനാൽ ഉളവാം മേഘം, സൂര്യനാൽ ഉളവാം മേഘം. സൂര്യനില്ലെങ്കിൽ മേഘം എങ്ങനെ ഉണ്ടാവുക? ഭൂമിയിലുള്ള ജലാശയങ്ങളിൽ സൂര്യകിരണങ്ങൾ പ്രതിഫലിച്ച് ആവിയായി മഴയുടെ സംഭരണിയായിട്ട് മാറുകയാണ്. മഴയുടെ സംഭരണിയാണല്ലോ മേഘം. ആ മേഘം കൂട്ടിമുട്ടി ഉതിർത്ത് വീഴുമ്പോഴാണല്ലോ ആ സംഭരണിയിലുള്ള വെള്ളം ഭൂമിയിലേക്ക് വരുന്നത്. അതിനെ അണകെട്ടി നിർത്തുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ജലസംഭരണി ഭൂമിയിലുണ്ടാവുന്നത്. അപ്പോൾ ജലസംഭരണി ആകാശത്തില്ലെങ്കിൽ പിന്നെ ഭൂമിയിൽ എങ്ങനെ ഉണ്ടാവുക? അപ്പോൾ ആ സൂര്യനെ താൽക്കാലികമായിട്ട് മറക്കണത് എന്താ? സൂര്യനാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മേഘങ്ങളാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സൂര്യനാലുളവാം മേഘം സൂര്യനാലുളിയേന്തിയും സൂര്യാംശം തന്നെയാം കണ്ണിനൊരുളേകുന്ന മാതിരി. അപ്പോൾ സൂര്യൻ ഉള്ള സമയത്ത് തന്നെ കാർമേഘാവൃതം നമ്മളെ ആവരണം ചെയ്താൽ ഇരുട്ടായി. അത് താൽക്കാലികമാണ്, എന്നും ആവാൻ പറ്റില്ല. പറഞ്ഞേ. അപ്പോൾ ജീവന് ഉപാധിയായി നിൽക്കും അഹങ്കാരം അതേവിധം, ജീവന് ഉപാധിയായി നിൽക്കും അഹങ്കാരം അതേവിധം ആത്മോപാസനയാൽ ആത്മാവിനെ ഉപാസിച്ചാൽ മർത്യന് ആഗമാനം അകന്നിടൽ. ആത്മോപാസനയാൽ മർത്യന് അകമാനകം അകന്നിടൽ. ഉടൻ താൻ അവൻ ഉൾക്കാമ്പിൽ വിളങ്ങും അഖിലേശ്വരൻ. അപ്പം മായയാകുന്ന ആവരണത്തെ ഉൾക്കാമ്പിൽ നിന്ന് മാറ്റിയാൽ സ്വതസിദ്ധമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവചൈതന്യത്തിനെ നമ്മൾക്ക് കാണാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. അതിന് ഈ കണ്ണ് വേണ്ട, അനുഭവിക്കാൻ മനസ്സുണ്ടായാൽ മതി. മനസ്സിലായില്ലേ? ജീവനുപാധിയായി നിൽക്കും അഹങ്കാരം അതേവിധം ആത്മോപാസനയാൽ മർത്യനാഗമാനം അകന്നിടിൽ. ഉടൻ താനവൻ ഉൾക്കാമ്പിൽ വിളങ്ങും അഖിലേശ്വരൻ. ആത്മബന്ധനമായി തീർന്നൊരഹങ്കാരത്തെ വിധം ആത്മാവിന് ബന്ധനമായി തീർന്നൊരഹങ്കാരം അതേവിധം അഹങ്കാരത്തെ ഈ വിധം വിവേകമാം മൂർച്ചയുള്ള വാൾ കൊണ്ടാകെ അറുത്തുടൻ. വിവേകമാകുന്ന വാളുകൊണ്ട് അറുക്കണം. ആരേനെ? വാൾ കൊണ്ടാകെ അറുത്തുടൻ സർവചിന്തകളും വിട്ട് ഭഗവത് ധ്യാനമഗ്നനായി. എല്ലാം മറക്കുക. എല്ലാ നെഗറ്റീവ് പോയിൻറ്റ്സിനെയും മറന്നാൽ പ്ലസ് പോയിൻ്റ് ആയിരിക്കുന്ന ആത്മാവിനെ സദാസേവ്യ. ചിന്തിച്ച് അതായിത്തീരും. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. വിവേകമാം മൂർച്ചയുള്ള വാൾ കൊണ്ട് ആകെ അറുത്തുടൻ സർവചിന്തകളും വിട്ടു ഭഗവത് ധ്യാനമഗ്നനായി വിലസിടും. നിലയ്ക്കുള്ള പേരാണ് ആത്യന്തികം ലയം. ആ അവസ്ഥയിലാണ് ഇന്നലെ കടമ്പഴിപ്പുറത്ത് ശ്രീരാമസ്വാമി ക്ഷേത്ര പുനരുദ്ധാരണ പ്രതിഷ്ഠ ഉണ്ടായി. അതൊരു പ്രഭാഷണം ഉണ്ടായിരുന്നില്ല, ഒരു 3.25 മണിക്കൂർ. അതാണ് സത്യം പറഞ്ഞുണ്ടായത്. അപ്പോൾ
സർവചിന്തകളും വിട്ട് ഭഗവത് ധ്യാനമഗ്നനായി വിലസിയിടും നിലയ്ക്കുള്ള പേരാണ് ആത്യന്തികം ലയം. ഉൽപ്പത്തിലയം ഉണ്ടെന്നും ബ്രഹ്മാവ് മുതൽ അതേതിന്നും സ്ഥൂലദൃഷ്ടികൾ കാൺമീല. സ്ഥൂലദൃഷ്ടികൾ കാൺമീല. നിത്യപ്രളയമായതാം ഒഴുകും കാലവേഗത്തിൽ വന്നും പോയും അനുക്ഷണം. അനുക്ഷണം ഓരോ നിമിഷവും മാറി മാറി മരണം സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയണില്ല. നമ്മുടെ ശരീരത്തിൽ അനേക കോടി സെല്ലുകൾ അനുനിമിഷം നശിക്കണു, അനുനിമിഷം ഉണ്ടാവണം. കുറേ കഴിഞ്ഞ് ഉണ്ടാവില്ല, നിൽക്കും. അപ്പോഴാണ് ഈ നര വരുന്നത്. നരൻ, നരയാൽ ബാധിക്കുന്നവൻ നരൻ. മരണം സ്വാഭാവികമായിട്ടുള്ളവൻ മർത്യൻ. അപ്പോൾ സ്ഥൂലദൃഷ്ടികൾ കാൺമീല. നിത്യപ്രളയമായതാം ഒഴുകും കാലവേഗത്തിൽ വന്നും പോയും അനുക്ഷണം. മാറ്റം ദേഹാദികൾ കൊണ്ടാവതു കണ്ടറിവാൻ പണി. ശരീരം, ആത്മാവിന് പല പല ശരീരങ്ങളുണ്ടായി മറയണത് അനുഭവിക്കാൻ പണിയാണ്. കാരണം എന്താ? വെള്ളം ഒഴുകുമ്പോൾ ആ ഒഴുകിയ വെള്ളം അവിടെ പോയി. പുതിയ വെള്ളമല്ലേ വരുന്നത്. ഒരു തോട്ടിൽ അല്ലെങ്കിൽ പൈപ്പിൽ വരുന്ന വെള്ളം ഒരേ വെള്ളമാണോ? അല്ല, അത് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ടാപ്പ് തുറന്നാൽ ഒഴുകി ഇല്ലേ? അതേപോലെ അപ്പോൾ പറഞ്ഞു, മാറ്റം ദേഹാദികൾ കൊണ്ടാവതു കണ്ടറിവാൻ പണി. കാലാത്മാവാം ഈശ്വരനാലുളവാകും അവസ്ഥകൾ. കാലാത്മാവാം, കാലമാകുന്ന ആത്മാവാം ഈശ്വരൻ ഉളവാകും അവസ്ഥകൾ കാൺമീല. അനുക്ഷണം വാനിൽ താരങ്ങൾക്കെന്ന മാതിരി. പകലും നക്ഷത്രങ്ങളുണ്ട് ആകാശത്തിൽ, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ? സൂര്യൻ്റെ ഗതി. ആകാശത്തുള്ള നക്ഷത്രങ്ങളെ നിഷ്പ്രഭമാക്കണു സൂര്യൻ. അതുകൊണ്ട് നമ്മൾക്ക് അതിനെ കാണാൻ പറ്റുന്നില്ല. ഈ ഹെഡ് ലൈറ്റ് അടിച്ചാൽ കണ്ണിൻ്റെ കാഴ്ച പോണ കൂട്ടത്തിൽ, അപ്പോഴാണല്ലോ ആക്സിഡൻ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ കാൺമീല അനുക്ഷണം വാനിൽ താരങ്ങൾക്കെന്ന മാതിരി. നിത്യം നൈമിത്തികം പ്രാകൃതികം ആത്യന്തികം ലയം. അപ്പോൾ ഈ പ്രളയം എങ്ങനെ? 4 തരത്തിലുണ്ട്. നിത്യപ്രളയം, അതാണ് ഉറക്കം. നൈമിത്തിക പ്രളയം, അനുക്ഷണം മാറി വരുന്നത്. പ്രാകൃതിക, അതായത് കാർമേഘം സൂര്യനെ മറിക്കുന്നത്. ആത്യന്തികം ലയം. ഇങ്ങനെ പ്രളയം 4 വിധമാം കാലത്തിൻ ഗതി ഇങ്ങനെ. പ്രളയം 4 വിധമാം കാലത്തിൻ ഗതി ഇങ്ങനെ. മർത്യൻ കേൾക്കേണ്ടതും ചൊല്ലേണ്ടതും ചിന്തിച്ചിടേണ്ടതും. മനുഷ്യൻ കേൾക്കേണ്ടതും ചൊല്ലേണ്ടതും ചിന്തിച്ചിടേണ്ടതും. മർത്യൻ കേൾക്കേണ്ടതും ചൊല്ലേണ്ടതും ചിന്തിച്ചിടേണ്ടതും. വിശ്വേശ്വരൻ്റെ പരമാത്ഭുതമാം ദിവ്യലീലയാം. ദൈവത്തിൻ്റെ പരമമായ ലീല. ഭഗവാൻ ലീലയാ വിനോദമാടുന്നു എന്നാണ് ആപ്തവാക്യം. വിശ്വേശ്വരൻ്റെ പരമാത്ഭുതമാം ദിവ്യലീലയാം. അതു ഞാൻ നിന്നോട് ഈ വണ്ണം ചുരുക്കി ചൊല്ലിനേൻ നൃപാ. പരീക്ഷത്തെ, ഞാൻ ഇത് അങ്ങയോട് വളരെ ചുരുക്കി പറഞ്ഞു തന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.